ഇന്നത്തെ കാലത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ പാമ്പുകളുടെ ശല്യം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പേര് കേട്ട് കാണുമായിരിക്കും കുറച്ച് ദിവസമായിട്ട് പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരുടെ കാര്യങ്ങളിലൊക്കെ. ഒരുവിധം നമുക്ക് ഇതിനെക്കുറിച്ചൊരു മുൻകരുതലോ അല്ലെങ്കിൽ നല്ലൊരു ശരിയായ ഒരു അറിവോ ഉണ്ടെങ്കിൽ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. എന്തുകൊണ്ടാണ് പാമ്പുകൾ വീട്ടിലേക്ക് വരുന്നത്? സാധാരണയായി പാമ്പുകൾ മനുഷ്യരെ ഉപദ്രവിക്കാനായിട്ട് വരുന്നവരല്ല. അവർ അവരുടെ ഭക്ഷണം, വെള്ളം, ഒളിത്താവളങ്ങൾ എന്നിവ തേടിയാണ് വീട്ടിലേക്ക് വരുന്നത്. വീടിനോട് ചുറ്റും കാട് പോലെ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ, അതുപോലെ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്, എലിശല്യം, പഴയ കല്ലുകൾ, മരക്കഷ്ണങ്ങൾ ഇവയെല്ലാം പാമ്പുകളെ ആകർഷിക്കുന്ന ഒരു മെയിൻ ഘടകമാണ്. പാമ്പിനെ കണ്ടാൽ നമ്മൾ എന്താണ് ചെയ്യാറ്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലായിടത്തും പറയുന്നത് പാമ്പിനെ കണ്ടാൽ യാതൊരു തരത്തിലും നമ്മൾ പാനിക്കായി പേടിച്ച് വിറച്ച് നിൽക്കാനായിട്ട് പാടില്ല. പാമ്പിനെ കണ്ടാൽ നമ്മൾ അതിനെ അടിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും പോകാനായിട്ട് പാടില്ല. നമ്മൾ മാക്സിമം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുക. അതുപോലെ പാമ്പിനെ പെട്ടെന്ന് കണ്ടാൽ നമ്മൾ സ്നേക്ക് റെസ്ക്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അയൽവാസികളെ ആരെങ്കിലും ഒക്കെ ഒന്ന് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അവർ നമ്മളെ തിരിച്ച് കൊത്താനുള്ള ചാൻസസ് വളരെ കൂടുതലായിട്ടുള്ളത്. ഒരു കാര്യം എപ്പോഴും ചിന്തിക്കുക, പാമ്പ് ആരെയും ഉപദ്രവിക്കാനായിട്ട് മനഃപൂർവ്വം വരുന്നതല്ല. ഒരു തരത്തിൽ നമ്മുടെ അടുത്ത് നിന്ന് അത് രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് നമ്മളെ അത് കടിക്കുന്നത്. ആരും പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ ഈ പറയും പോലെ അനിമൽ അല്ലെങ്കിൽ സ്നേക്ക് റെസ്ക്യൂവിനെ വിളിച്ചറിയിക്കും. പാമ്പ് കടിയേറ്റാൽ എന്താണ് ചെയ്യാറുള്ളത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. പാമ്പ് കടിയേറ്റാൽ നമ്മൾ ഒരിക്കലും പാനിക് ആവരുത്. കാരണം നമ്മൾ ടെൻഷൻ അടിക്കും തോറുമാണ് നമുക്ക് ഈ ഒരു വിഷം നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് വളരെ കൂടുതൽ. നമ്മൾ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുത്താൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാനായിട്ട് പറ്റും. ഉടൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തിക്കുക. കാരണം സ്നേക്ക് ബൈറ്റ് ചികിത്സയ്ക്ക് ആൻറ്റിവെനമാണ് അത്യാവശ്യമായത്. അത് ഹോസ്പിറ്റലിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ബൈറ്റ് ചെയ്ത ഭാഗം അനക്കാതെ തന്നെ വയ്ക്കണം. കൂടുതൽ മൂവ്മെൻറ്റ്സ് ചെയ്താൽ നമ്മുടെ ശരീരത്തിലേക്ക് വേഗത്തിൽ ആ ഒരു വിഷം പടരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് കയ്യോ കാലോ ആയാലും ഒരു സ്റ്റിക്ക് അല്ലെങ്കിൽ ക്ലോത്ത് ഉപയോഗിച്ച് സ്റ്റേബിളായിട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കുക. നമ്മൾ പെട്ടെന്നൊരു പാമ്പ് കടി ഏറ്റാൽ നടക്കാനോ ഓടാനോ അല്ലെങ്കിൽ ഒരു തുണി ചുറ്റി വയ്ക്കാനോ ഒന്നും പോകരുത്. അതൊക്കെ നമ്മളെ കൂടുതൽ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു മെയിൻ കാര്യം, മുറിവ് കെട്ടിവയ്ക്കുന്നത്. എല്ലാവരും സാധാരണയായി ചെയ്യുന്നതാണ്, മുറിവ് ടൈറ്റ് ചെയ്തങ്ങ് കെട്ടിവയ്ക്കും. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഈ രക്തപ്രവാഹം നമ്മളെ നിർത്തും. അവിടുത്തെ നമ്മുടെ ടിഷ്യൂവിന് ഡാമേജ് ഉണ്ടായി ചിലപ്പോൾ ആ ഭാഗം തന്നെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്ത കാര്യം, വിഷം ചിലർ വലിച്ചെടുക്കും. നമ്മൾ സിനിമയിലൊക്കെ കാണും പോലെ പെട്ടെന്ന് പാമ്പ് കടിയിട്ട് അവിടുത്തെ വിഷം വലിച്ചെടുക്കാനായിട്ട് ചിലർ നോക്കും. സത്യം പറഞ്ഞാൽ അത് വളരെ ഒരു തരത്തിൽ പോലും നല്ല കാര്യമല്ല. കാരണം നമുക്ക് അത് വലിച്ചെടുക്കുമ്പോൾ യാതൊരു തരത്തിലും അത് എഫക്റ്റീവായിട്ടുള്ള കാര്യമല്ല. ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ. അടുത്ത കാര്യം, നാട്ടുവൈദ്യത്തിൽ വിശ്വസിക്കാനായിട്ട് പോകരുത്. പണ്ട് ഈ പറയും പോലെ നാട്ടുവൈദ്യരുടെ അടുത്ത് പോയി ചികിത്സിച്ച് മാറിയവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ കാലത്ത് നമുക്ക് ആൻറ്റിവെനം തന്നെയാണ് ഇതിന് ഉത്തമമായൊരു ഉത്തരം. മരുന്ന്, ചാറ്, കല്ലുവയ്ക്കൽ തുടങ്ങിയ നാട്ടുവൈദ്യങ്ങൾക്ക് നോക്കി നമ്മുടെ സമയം കളയുന്നതിനേക്കാളും നമ്മുടെ ജീവൻ പെട്ടെന്ന് രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ തന്നെ മാക്സിമം പോവുക. അടുത്തതായിട്ട് കുറച്ച് എക്സ്ട്രാ ടിപ്സ് ആണ്. കാരണം നമ്മൾ പേഷ്യൻസിനെ എത്രത്തോളം നമ്മൾ കെയർ ചെയ്യണമെന്നുള്ളതാണ്. പേഷ്യൻസിനെ കാമായിട്ട് വയ്ക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു സമാധാനം കൊടുത്ത് വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഭയം കൂടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുകയും അതുപോലെ വിഷം വേഗത്തിൽ ശരീരത്തിൽ പടരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് ടൈറ്റ് ഡ്രസ്സോ ഓർണമെന്റ്സോ ഒക്കെ റിമൂവ് ചെയ്യണം. കാരണം ഇതൊക്കെ കാരണം നമ്മുടെ ആ ഒരു വിഷം ആ ഒരു സ്ഥലത്ത് തന്നെ അടങ്ങി നിൽക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ടിഷ്യൂവിനെ തന്നെ ബാധിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു കടിയേറ്റ ഭാഗത്ത് ടച്ച് ചെയ്യാനായിട്ടൊന്നും പോവാതെ. അവസാനമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, പാമ്പുകളെ നശിപ്പിക്കാനോ കൊല്ലാനോ അല്ല നമ്മൾ നോക്കാനുള്ളത്. അത് മനസ്സിലാക്കി നമുക്കും അവർക്കും ഒരു കേടില്ലാത്ത രീതിയിൽ സഹജീവനം നടത്താനേ നമുക്ക് മാക്സിമം നോക്കാവൂ. കാരണം അതും ഒരു ജീവിയാണ്. ആരും നമ്മുടെ മനഃപൂർവ്വം അത് കടിക്കാൻ വരുന്നതല്ല. ഒരു തരത്തിൽ നമ്മുടെ അടുത്തുനിന്ന് അത് രക്ഷപ്പെട്ടു പോകാനായിട്ടാണ് നമുക്കൊരു കടി തരുന്നത്. പക്ഷെ അതിന് അറിയത്തില്ല നമ്മൾ മരിക്കുമെന്നുള്ള കാര്യം. നമ്മൾ നോക്കാതെ വിടുന്ന ഈ ഒരു ചെറിയ കാര്യങ്ങൾ, നമ്മുടെ വീട്ടിനടുത്തുള്ള തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജീവൻ തന്നെ രക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടൻസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.